നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിൻ എംബാപ്പയ്ക്ക് എന്താണ് പറ്റിയത്? ബ്രസീലിനെതിരെയുള്ള ഈ മാസത്തെ ഫ്രണ്ട്ലി മത്സരവും കളിച്ചേക്കില്ല എന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വേൾഡ് കപ്പ് പോലും റിസ്കിലാണ് എന്നാണ് കേൾക്കുന്നത്. താരത്തിന് കാൽമുട്ടിന് പരിക്കുണ്ട്. ആ പരിക്കും വെച്ച് കുറേ നാളുകൾ കളിച്ചു. ഇനി കളിച്ചാൽ കാര്യങ്ങൾ ഏറ്റവും വേഴ്സായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ശസ്ത്രക്രിയ വേണ്ടി വരുമെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ അർബിലോവ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് എംബാപ്പയുടെ കാര്യം ചോദിച്ചിരുന്നു. എംബാപ്പെ മാഡ്രിഡിലല്ലല്ലോ ട്രീറ്റ്മെൻറ്റിന് വിധേയനാകുന്നത്, ഫ്രാൻസിലേക്ക് പോയല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതൊക്കെ ക്ലബ്ബ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് തന്നെയാണ്, സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊരു പ്രോസസ്സാണ്. എംബാപ്പെ തിരിച്ചു വരും എന്ന് മാത്രമാണ് കോച്ച് പറഞ്ഞത്. എന്ന് വരും, എപ്പോൾ വരും, എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നൊന്നും അദ്ദേഹം വിശദമായിട്ട് പറയാനും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശങ്കയാണ്. ബ്രസീലുമായിട്ടുള്ള ഫ്രാൻസിൻ്റെ മത്സരം മാർച്ച് 26-നാണ്. മാർച്ച് 26-ന് രാത്രി യു എസിലാണ് ഈ കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 27-ന് പുലർച്ചെ 1:30-നാണ് ഈ മത്സരം. അപ്പോൾ ഇപ്പം കഥനാസറിൻ്റെ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണ്. അതിൽ പറയുന്നത് കിലിൻ എംബാപ്പയുടെ ഇഞ്ചുറി സിമ്പിളല്ല. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ നീ സ്പ്രെയിൻ. വെറും കാൽമുട്ടിലുണ്ടാവുന്ന ഒരു സ്പ്രെയിൻ അല്ല. ക്ലബ്ബ് ആ തരത്തിലാണ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. പ്ലെയർക്കറിയാം, അതായത് എംബാപ്പയ്ക്ക് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ നീ ലിഗ്മെൻറ്റ് ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലാണ് ഇപ്പോഴുള്ളത് എന്നുള്ളത്. അദ്ദേഹത്തെ ഇനി വീണ്ടും കളിപ്പിക്കാൻ നിർബന്ധിച്ചിറക്കുകയാണെങ്കിൽ സീരിയസ്ലി അദ്ദേഹത്തിന് ലിഗ്മെൻറ്റ് ടിയർ ഉണ്ടാവുകയും വേൾഡ് കപ്പ് മിസ്സാവുകയും ചെയ്യും. ഇത് നന്നായിട്ട് എംബാപ്പയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് എംബാപ്പെ ഇപ്പോൾ ഫ്രാൻസിലേക്ക് പോയി ഇത് സീരിയസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എംബാപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. ഗോളുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അടിച്ചു കൂട്ടി ലാലിഗയിൽ അദ്ദേഹം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്. വേൾഡ് കപ്പിന് അദ്ദേഹം വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് മറ്റൊരു ചിന്തയും അദ്ദേഹത്തിനില്ല. പൂർണ്ണമായും റിക്കവർ ആവാതെ ഇനി എംബാപ്പെ കളിക്കളത്തിലേക്ക് ഇറങ്ങില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.